എല്ലാവർക്കും PSC വോയേജറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. വരാൻ പോകുന്ന ASM എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചില ഏരിയാസ് കോർത്തിണക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ASM ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്ന സീരീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഫിസിക്സിലെ ഊർജ പരിവർത്തനം PSC എക്സാമുകളിൽ സ്ഥിര സാന്നിധ്യമാണ്. നമുക്കതൊന്ന് നോക്കി വരാം. ഊർജ പരിവർത്തനം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഊർജത്തെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മളിങ്ങനെ ഊർജ സംരക്ഷണ നിയമം പറഞ്ഞായിരുന്നു. ആരായിരുന്നു ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിരുന്നു ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത്. ആ നിയമത്തിൽ പറഞ്ഞിരുന്നത് നമുക്ക് ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയുകയില്ല, ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് നമുക്ക് ഊർജത്തെ മാറ്റാനായിട്ട് പറ്റും. അതായിരുന്നു ഊർജ സംരക്ഷണ നിയമം. ആ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഊർജ പരിവർത്തനം എന്ന് പറയുന്ന സെക്ഷൻ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ പല പ്രോസസ്സുകളിലും പല പ്രതിഭാസങ്ങളിലും പല യന്ത്രങ്ങളിലും ഊർജമാറ്റം നടക്കുന്നുണ്ട്. ഒരു ഊർജം മറ്റൊരു ഊർജമായിട്ട് മാറുന്നുണ്ട്. ആ മാറ്റമാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അത് PSCയിൽ എപ്പോഴും തന്നെ ചോദ്യമായിട്ട് വരാറുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നിലും നടക്കുന്ന ഊർജമാറ്റം നമുക്കൊന്ന് നോക്കി വരാം. ഇത് നമുക്കൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു മാർക്ക് നമുക്ക് ഈസി ആയിട്ട് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പ്രകാശ സംശ്ലേഷണമാണ്. പ്രകാശ സംശ്ലേഷണത്തിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്നാല് പ്രകാശോർജം രാസോർജമായിട്ടാണ് മാറുന്നത്. അതെന്താണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കാം. പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞാൽ എന്താ? ഇലകള് അവർക്ക് വേണ്ട ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സാണ് ഈ പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞാൽ. ഈ പ്രകാശ സംശ്ലേഷണത്തില് അവരെന്താണ് ഇൻപുട്ടായിട്ട് സ്വീകരിക്കുന്നത്? സൺലൈറ്റിന്റെ പ്രസൻസിലാണ് അവര് ഈ പ്രകാശ സംശ്ലേഷണം എന്ന പ്രോസസ്സ് നടത്തുന്നത്. അപ്പോ അവിടെ പ്രകാശോർജം അവർ സ്വീകരിച്ചിട്ട് അതിനെ രാസോർജമാക്കിയാണ് മാറ്റുന്നത്. രാസോർജം എന്ന് പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളിലും കാണുന്ന എനർജി ഫോമാണ് രാസോർജം എന്ന് പറയുന്നത്. അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തില് ഇലകള് ഇൻപുട്ടായിട്ട് ഏത് എനർജിയെ സ്വീകരിക്കുന്നു? പ്രകാശോർജത്തെ സ്വീകരിച്ചിട്ട് അതിനെ രാസോർജമാക്കി മാറ്റുന്നു. അപ്പോൾ ഈ പ്രകാശ സംശ്ലേഷണത്തില് നടക്കുന്ന ഊർജമാറ്റം എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? പ്രകാശോർജം രാസോർജമായിട്ട് മാറുന്നു. ഇനി നമുക്ക് വൈദ്യുത ജനറേറ്ററിലെ ഊർജമാറ്റം നമുക്കൊന്ന് നോക്കാം. ഈ വൈദ്യുത ജനറേറ്ററിൽ യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ടാണ് മാറുന്നത്. ശരിക്കും എന്തിനാണ് നമ്മൾ ജനറേറ്റർ യൂസ് ചെയ്യുന്നത്? നമ്മൾ കാണാറുണ്ടല്ലോ പല സമയങ്ങളിൽ നമുക്ക് പവർ സപ്ലൈ, അതായത് കറണ്ട് ഇല്ലാത്ത ഒരു വൈദ്യുതി നഷ്ടമാവുന്ന ഒരു സമയത്ത് വൈദ്യുതി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ ഈ വൈദ്യുത ജനറേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും നമുക്കറിയാം, ജനറേറ്റർ നമുക്ക് പവർ ഇല്ലാത്ത, വൈദ്യുതി ഇല്ലാത്ത സമയങ്ങളിൽ അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ജനറേറ്റർ ഉപയോഗിക്കുന്നത് കൊണ്ട് ജനറേറ്ററിന്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? വൈദ്യുതോർജം ആയിരിക്കും. ഇനി ഈ വൈദ്യുതി ജനറേറ്ററിൽ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ചില പ്രോസസ്സ് നടക്കുന്നുണ്ട്. അവിടെ ഒരു കോയിലുണ്ട്. ആ കോയിലിന്റെ അത് ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡില് ആ കോയിലിന്റെ റൊട്ടേഷൻ വഴിയൊക്കെയാണ് അവിടെ വൈദ്യുതി ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ചലനം എല്ലാം അവിടെ വരുന്നത് കൊണ്ട് ആ ചലനം എന്ന് പറയുന്നത് ഒരു യാന്ത്രികോർജമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു യാന്ത്രികോർജത്തിന്റെ രണ്ട് ടൈപ്പ് ഓഫ് ഇതാണ് സ്ഥിതികോർജവും ഗതികോർജവും എന്ന് പറയുന്നത്. അപ്പോൾ കോയിലുകളുടെ മൂവ്മെന്റ് മൂലമാണ് അവിടെ വൈദ്യുതി ഉണ്ടാവുന്നത്. അപ്പൊ യാന്ത്രികോർജമാണ് അവിടെ വൈദ്യുതോർജമായിട്ട് മാറുന്നത്. അപ്പൊ വൈദ്യുതി ജനറേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വൈദ്യുതി ഇല്ലാത്ത സമയത്ത് അതിനെ ജനറേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണെങ്കിലും വൈദ്യുതി ആയിരിക്കും. അങ്ങനെ വൈദ്യുതി അവിടെ ഉണ്ടാവുന്നത്, അവിടെ ഒരു കോയിലുകളെല്ലാം ഉണ്ട് ജനറേറ്ററിന്റെ അകത്ത്. അതിന്റെ മൂവ്മെന്റ് വഴിയാണ് അവിടെ, അത് മാഗ്നറ്റിക് ഫീൽഡിലൊക്കെ അതിന്റെ മൂവ്മെന്റ് വഴിയാണ് നമുക്ക് വൈദ്യുതി ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ യാന്ത്രികോർജമാണ് വൈദ്യുതോർജമായിട്ട് മാറുന്നത്. അടുത്തത് ഡൈനാമോയിൽ എങ്ങനെയാണ് ഊർജ പരിവർത്തനം നടക്കുന്നത്? ഡൈനാമോയിൽ യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ടാണ് മാറുന്നത്. നമുക്കറിയാം ഈ സൈക്കിളിലൊക്കെ വെളിച്ചം കൊടുക്കുന്ന ലൈറ്റുകൾ ഡൈനാമോ വഴിയാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ സൈക്കിളിന്റെ ചക്രം പോലുള്ള യന്ത്രഭാഗങ്ങൾ കറങ്ങുമ്പോൾ അവിടെ ഒരു യാന്ത്രികോർജം ഉണ്ടാവുന്നു. നമുക്കറിയാം ആ ചക്രം ഇങ്ങനെ കറങ്ങുകയാണ്. അപ്പൊ ചലനവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് ഏതാണ്? യാന്ത്രികോർജമാണ്. അങ്ങനെ ചക്രം കറങ്ങുമ്പോൾ അവിടെ ഉണ്ടാകുന്ന യാന്ത്രികോർജം ഡൈനാമോയില് വൈദ്യുതോർജമായിട്ട് മാറുകയും ആ വൈദ്യുതോർജം വഴിയാണ് അവിടെ സൈക്കിളില് ലൈറ്റ് തെളിയുന്നത്. അപ്പോ ഡൈനാമോയിൽ നടക്കുന്ന ഊർജമാറ്റം എങ്ങനെയാണ്? യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു. അടുത്തത് ഫാനാണ്. ഫാനിൽ എന്താണ് സംഭവിക്കുന്നത്? വൈദ്യുതോർജം യാന്ത്രികോർജമായിട്ടാണ് മാറുന്നത്.
ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എങ്ങനെയാ ഫാൻ കറങ്ങുന്നത്? നമ്മൾ പോയി സ്വിച്ച് ഇടുന്നു, സ്വിച്ച് ഇടുമ്പോൾ ഫാൻ കറങ്ങും. അപ്പോൾ സ്വിച്ച് ഇടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാനിലേക്ക് ഒരു പവർ കൊടുക്കുകയാണ്. ആ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈദ്യുതിയാണ് കൊടുക്കുന്നത്. അപ്പൊ അവിടുത്തെ ഇൻപുട്ട് ഫോം എന്താണ്? വൈദ്യുതോർജമാണ്. ഫാനിലേക്ക് നമ്മൾ വൈദ്യുതോർജം കൊടുക്കുമ്പോൾ ഫാൻ കറങ്ങാൻ തുടങ്ങുന്നു, ഫാൻ കറങ്ങുന്നു, അതായത് ഫാൻ ചലിക്കുന്നു. ചലനവുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്നത് ഏതൂർജമാണ്? യാന്ത്രികോർജം. അപ്പോൾ ഫാനിൽ നടക്കുന്ന ഊർജമാറ്റം എന്ന് പറഞ്ഞാല് വൈദ്യുതോർജം യാന്ത്രികോർജമായിട്ട് മാറുന്നു. മനസ്സിലായല്ലോ? ഫാനിൽ നടക്കുന്ന ഊർജ പരിവർത്തനം വൈദ്യുതോർജം യാന്ത്രികോർജമായിട്ട് മാറുന്നു. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ പ്രകാശ സംശ്ലേഷണം, ആ ഓരോ പ്രോസസ്സും നമ്മൾ ആലോചിച്ചെടുക്കുമ്പോൾ അവിടുത്തെ ഊർജമാറ്റം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ പ്രകാശ സംശ്ലേഷണത്തിൽ എന്താണ് സംഭവിക്കുന്നത്? പ്രകാശോർജം രാസോർജമായി മാറുന്നു. വൈദ്യുതി ജനറേറ്ററില് യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു. ഡൈനാമോയില് യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു. ഫാനില് വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നു. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. സോളാർ സെൽ. നമ്മൾ എന്തിനാണ് സോളാർ സെൽ ഉപയോഗിക്കുന്നത്? വൈദ്യുതി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ വൈദ്യുതക്ഷാമമൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി സോളാർ സെല്ല് വഴി ഇപ്പോൾ എല്ലാവരും വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ സോളാർ സെല്ലിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? വൈദ്യുതി ആയിരിക്കും. അപ്പോ അവിടെ എന്തുപയോഗിച്ചാണ് അവിടെ വൈദ്യുതി ഉണ്ടാക്കിയിരിക്കുന്നത്? സൂര്യനിൽ നിന്നുള്ള ലൈറ്റ്, സൺലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ അവിടെ ഇൻപുട്ട് ആയിട്ട് വരുന്നത് സൗരോർജമായിരിക്കും. അപ്പോ സൗരോർജത്തിനെ സോളാർ സെല്ല് വൈദ്യുതോർജമാക്കി മാറ്റുന്നു. അപ്പൊ സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്താണ്? സൗരോർജം വൈദ്യുതോർജമായി മാറുന്നു. സോളാർ സെല്ലിന്റെ പർപ്പസ് ആലോചിക്കുക. അപ്പോ അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന എനർജി ഏതൊക്കെയാണെന്ന് നോക്കുക. സോളാർ സെല്ലില് സൗരോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു. അടുത്തത് ഇലക്ട്രിക് ബെല്ലാണ്. നമ്മൾ ബെല്ലൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ബെല്ല് നമ്മൾ അമർത്തുമ്പോൾ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാം, അല്ലെ? അപ്പൊ ബെല്ല് അമർത്തുക എന്ന് പറഞ്ഞാല് അവിടെ നമ്മൾ കൊടുക്കുന്നത് എന്താണ്? ആ ബെല്ലിലേക്ക് നമ്മൾ ഇലക്ട്രിസിറ്റിയാണ് കൊടുക്കുന്നത്, വൈദ്യുതോർജമാണ് കൊടുക്കുന്നത്. വൈദ്യുതി കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഒരു ശബ്ദം കേൾക്കും, അല്ലെ? ബെല്ലടിക്കുന്ന സൗണ്ട് നമ്മൾ കേൾക്കുമല്ലോ. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് എന്ത് വരും? നമ്മൾ കൊടുത്ത വൈദ്യുതോർജം ശബ്ദോർജമായിട്ട് മാറും. അപ്പോ ഇലക്ട്രിക് ബെല്ലിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എങ്ങനെയാണ്? വൈദ്യുതോർജം ശബ്ദോർജമായി മാറുന്നു. ക്ലിയർ ആയല്ലോ? അടുത്തത് ഇലക്ട്രിക് മോട്ടറിൽ നടക്കുന്ന ഊർജ പരിവർത്തനം നമുക്ക് നോക്കാം. ഇലക്ട്രിക് മോട്ടറില് വൈദ്യുതോർജം യാന്ത്രികോർജമായിട്ട് മാറുന്നു. ഇലക്ട്രിക് മോട്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കുകയും, മോട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പവർ കൊടുക്കണ്ടേ? പവർ കൊടുക്കുന്നതിന്റെ ഫലമായിട്ടാണ് ആ മോട്ടർ കറങ്ങാനായിട്ട് തുടങ്ങുന്നത്. അപ്പോ ഇലക്ട്രിക് മോട്ടറിലേക്ക് നമ്മൾ പവർ ഇൻപുട്ട് ചെയ്യുന്നു, അതായത് കറണ്ട് കൊടുക്കുന്നു, ഇലക്ട്രിസിറ്റി കൊടുക്കുന്നു, അതായത് വൈദ്യുതിയാണ് അവിടെ ഇൻപുട്ട് ആയിട്ട് വരുന്നത്. വൈദ്യുതോർജമാണ് ഇലക്ട്രിക് മോട്ടറിൽ നമ്മൾ ഇൻപുട്ട് എനർജി ആയിട്ട് കൊടുക്കുന്നത്. വൈദ്യുതോർജം കിട്ടിക്കഴിയുമ്പോൾ മോട്ടർ കറങ്ങാനായിട്ട് തുടങ്ങും. മോട്ടർ കറങ്ങാൻ എന്ന് പറഞ്ഞാൽ മോട്ടർ ചലിക്കുമ്പോൾ അവിടെ വരുന്ന ഊർജം എന്താണ്? യാന്ത്രികോർജമാണ്. അപ്പോൾ ഇലക്ട്രിക് മോട്ടറിൽ വരുന്ന ഊർജ പരിവർത്തനം എന്ന് പറഞ്ഞാല് വൈദ്യുതോർജം യാന്ത്രികോർജമായിട്ട് മാറുന്നു. ഇനി അടുത്തത് മൈക്രോഫോൺ ആണ്. മൈക്രോഫോൺ അറിയാം, നമുക്കൊരു മൈക്ക് ഉണ്ട്. മൈക്രോഫോൺ ആണ് നമ്മുടെ മൈക്ക്. മൈക്കിൽ നമ്മൾ എന്താ പാട്ട് പാടും, നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യാൻ നമുക്കൊരു മൈക്ക് ഉണ്ട്. ആ മൈക്ക് നമ്മുടെ സൗണ്ട് ആണ് ഇൻപുട്ട് ആയിട്ട് സ്വീകരിക്കുന്നത്. എന്നിട്ട് അത് ആ ശബ്ദോർജത്തെ, നമ്മുടെ സൗണ്ടിനെ വൈദ്യുതോർജമാക്കി മാറ്റുന്നു. എങ്ങനെയാണ്? മൈക്രോഫോൺ നമ്മുടെ ശബ്ദോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നു. നമ്മൾ മൈക്രോഫോണിലൂടെ പറയുന്നത് കൊണ്ട് മാത്രം നമുക്ക് കേൾക്കാൻ പറ്റില്ല, അതിലൊരു ലൗഡ് സ്പീക്കറും കൂടെ വേണം. ലൗഡ് സ്പീക്കറും കൂടെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ മൈക്രോഫോൺ ഒരു ലൗഡ് സ്പീക്കർ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ ലൗഡ് സ്പീക്കർ എന്ത് ചെയ്യും? ഈ വൈദ്യുതോർജത്തെ വീണ്ടും ശബ്ദോർജമാക്കി മാറ്റും. അങ്ങനെയാണ് നമ്മൾ സൗണ്ട് കേൾക്കുന്നത്. മൈക്കിൽ പറയുമ്പോൾ സൗണ്ട് കേൾക്കുന്നത്, അവിടെ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ന് പറഞ്ഞാല് ഇത് മൈക്രോഫോൺ ആണ്. മൈക്രോഫോണിൽ നമ്മൾ ശബ്ദം ഇൻപുട്ട് ചെയ്ത് കഴിയുമ്പോൾ മൈക്രോഫോൺ അതിനെ വൈദ്യുതോർജമാക്കി മാറ്റും. എന്നിട്ട് ഈ വൈദ്യുതോർജം ഒരു ലൗഡ് സ്പീക്കറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ വൈദ്യുതോർജം എന്ത് ചെയ്യും? ഈ ലൗഡ് സ്പീക്കർ സൗണ്ട് എനർജി ആക്കി മാറ്റി ശബ്ദോർജമാക്കി മാറ്റുമ്പോഴാണ് നമ്മൾ സൗണ്ട് കേൾക്കുന്നത്.
നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനമാണ് ചോദിച്ചേക്കുന്നത്. അവിടെ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ? ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. അപ്പൊ നോക്കിക്കേ, സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം സൗരോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. ഇലക്ട്രിക് ബെല്ലിൽ നടക്കുന്നത് വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായിട്ട് മാറുന്നു. ഇലക്ട്രിക് മോട്ടറില് വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു. മൈക്രോഫോണില് ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. ഇനി നമുക്ക് അടുത്ത നോക്കാം. ലൗഡ് സ്പീക്കർ നമ്മളിപ്പോ പറഞ്ഞു അല്ലെ, മൈക്കിൽ നിന്നും മൈക്കിലേക്ക് നമ്മൾ സൗണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ മൈക്ക് എന്ത് ചെയ്തു? അതിനെ ഇലക്ട്രിക് എനർജി ആക്കി കൺവേർട്ട് ചെയ്തു, വൈദ്യുതോർജ്ജമാക്കി മാറ്റി. ഇനി നമുക്കിത് കേൾക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് നമ്മളൊരു ലൗഡ് സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യും. ലൗഡ് സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഈ ഇലക്ട്രിക് എനർജി വൈദ്യുതോർജ്ജം ഇവിടെ ഇൻപുട്ടായിട്ട് വരും. എന്നിട്ട് അതിന്റെ ഔട്ട്പുട്ടില് നമ്മുടെ ശബ്ദം കേൾക്കും. അപ്പോൾ ലൗഡ് സ്പീക്കറിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ന് പറഞ്ഞാല് വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായിട്ട് മാറുന്നു. ക്ലിയർ ആയോ? ലൗഡ് സ്പീക്കറിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ന് പറഞ്ഞാല് വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായിട്ട് മാറുന്നു. ഇവിടെ ശബ്ദോർജ്ജം എന്നാണ് കേട്ടോ. വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായി മാറുന്നു. ക്ലിയർ? ഇനി ഇസ്തിരിപ്പെട്ടി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ അയൺ ബോക്സ്, നമ്മള് തുണിയൊക്കെ തേക്കാൻ അയൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന അയൺ ബോക്സ് ആണ് ഇസ്തിരിപ്പെട്ടി എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ അയൺ ബോക്സ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? നമ്മൾ പ്ലഗിലേക്ക് അത് കുത്തുന്നു, അതിന്റെ പ്ലഗ് കുത്തുന്നു. അപ്പോൾ നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ ഈ അയൺ ബോക്സ് ചൂടാവുന്നു. ആ ചൂടില് നമ്മൾ തുണി അയൺ ചെയ്ത് വെക്കുന്നു. അപ്പോ അയൺ ബോക്സിലേക്ക് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് എന്താണ്? വൈദ്യുതോർജ്ജം. കണ്ടോ? ഇലക്ട്രിസിറ്റി ആണ് അവിടെ ഇൻപുട്ട് ആയിട്ട് വരുന്നത്. എങ്കിൽ മാത്രമാണ് അയൺ ബോക്സ് ഫംഗ്ഷൻ ചെയ്യുള്ളൂ. ഇൻപുട്ട് ആയിട്ട് വൈദ്യുതോർജ്ജം വരും. അപ്പൊ ആസ് എ റിസൾട്ട് അയൺ ബോക്സ് ചൂടാവും. അപ്പൊ അന്നേരം അയൺ ബോക്സിന്റെ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് എന്ത് എനർജി കിട്ടും? താപോർജ്ജം കിട്ടും. അപ്പോ ഇസ്തിരിപ്പെട്ടിയിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറുന്നു. അടുത്തത് വൈദ്യുത ബൾബിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ന് പറഞ്ഞാല് വൈദ്യുതോർജ്ജം പ്രകാശോർജവും താപോർജവുമായിട്ട് മാറും. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളൊരു ലൈറ്റ് ബൾബ് ഓൺ ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ബൾബ് ഓൺ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്വിച്ച് ഓൺ ചെയ്യും. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ആ ബൾബിലേക്ക് വൈദ്യുതി എത്തും. അപ്പൊ ബൾബിലേക്ക് വരുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് വൈദ്യുതോർജ്ജമാണ്. അപ്പൊ ഈ വൈദ്യുതോർജ്ജം വെച്ചിട്ട് ബൾബ് എന്ത് ചെയ്യും? ബൾബ് പ്രകാശവും തരും. ആ പ്രകാശത്തിനോടൊപ്പം തന്നെ ഒരു ചെറിയ ചൂടും ഉണ്ടാവും അല്ലെ. ബൾബിന്റെ ലൈറ്റ് വരുമ്പോൾ ചെറിയൊരു ചൂട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോ ഈ വൈദ്യുതോർജ്ജം വന്നു കഴിയുമ്പോൾ ബൾബിൽ നിന്ന് നമുക്ക് രണ്ട് ഔട്ട്പുട്ട് വരും. പ്രകാശോർജവും താപോർജവും നമുക്കുണ്ടാകും. ചില കേസിൽ പ്രകാശോർജം മാത്രമാണ് കാണാറ്. എന്നാൽ രണ്ടും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. വൈദ്യുത ബൾബിൽ വൈദ്യുതോർജ്ജം പ്രകാശോർജവും താപോർജവുമായിട്ട് രൂപാന്തരപ്പെടുന്നു. അപ്പൊ ഏതൊരു വസ്തുവിന്റെ എടുത്താലും അല്ലെങ്കിൽ ഏതൊരു പ്രോസസ് എടുത്താലും അവിടെയെല്ലാം എനർജി ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് മാറ്റപ്പെടുന്നു. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോ ബി ഡിസ്ട്രോയ്ഡ്. എനർജി ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല. ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് നമുക്കതിനെ മാറ്റാനേ കഴിയുകയുള്ളൂ. ഇതാണ് ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഊർജ്ജ സംരക്ഷണ നിയമം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഈ ക്ലാസ് കഴിഞ്ഞ ഉടൻ തന്നെ ഇതിന്റെ PDF നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലായ PSC Voyager അവൈലബിൾ ആയിരിക്കും. അതുപോലെ അവിടെ നിങ്ങൾക്ക് ഇത് പോളിലൂടെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരവും ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ടെലിഗ്രാം ചാനലായ PSC Voyagerൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ പേരിലേക്ക് വീഡിയോ എത്തുന്നതിന് വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. നമുക്ക് അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്